ഇനി സ്കൂൾ കലോത്സവ വാർത്തകളാണ്. സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലെ വേദിയിലേക്ക്. നമസ്കാരം. എന്തായാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 4ാം ദിനത്തെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാലക്കാട് ജില്ല തന്നെ മുന്നേറ്റം തുടരുന്നു. 484 പോയിന്റാണ് പാലക്കാടിനുള്ളത്. മലപ്പുറം 477 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തേക്ക് കോഴിക്കോട് കൂടി കടന്നു വന്നിരിക്കുന്നു. 477 പോയിന്റുമായി കോഴിക്കോടും മലപ്പുറവും 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. കോഴിക്കോട് കയറി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എറണാകുളം 3ാം സ്ഥാനത്ത് 475 പോയിന്റുമായി 3ാം സ്ഥാനത്ത് നിൽക്കുന്നുമുണ്ട്. എന്നാലും വിവിധ വേദികളിൽ 19 വേദികളിലായ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആകർഷകമായ ഒരുപാട് ദിനങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഉള്ളൊരു മത്സരം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള മത്സരം തന്നെയാണ്. ഫസ്റ്റ് അല്ലെ എ ഗ്രേഡുകൾ എന്നതിനപ്പുറത്തേക്ക് അത്തരത്തിലുള്ളൊരു മത്സരം തന്നെയാണ്. കാരണം 117.5 പവൻ സ്വർണ്ണക്കപ്പ് ആര് നേടും? ഇനിയിപ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കും. വിട്ടുകൊടുക്കാനാകാത്ത തരത്തിലുള്ള ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കും നടക്കുക. യെസ്, വിവിധ വേദികളിലായ ആവേശകരമായ മത്സരം പുരോഗമിക്കുമ്പോൾ നമ്മോടൊപ്പം ഏതായാലും ഈ കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി പ്രശസ്ത മ്യൂസിഷ്യൻ, കീബോർഡിസ്റ്റ്, ഹാർമോണിയം ആർട്ടിസ്റ്റുമായ ശ്രീ പ്രകാശ് ഉള്ളിയേരി ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എത്താം. നമ്മോടൊപ്പം ഒരു കലാകാരൻ ചേരുന്നുണ്ട്. ഡ്രംസ് നമുക്ക് വേണ്ടി വായിക്കാനായി അഭിനവ്, കാലിക്കറ്റിൽ നിന്ന് അഭിനവാണ് നമ്മോടൊപ്പം ചേരുന്നത്. കുറച്ചു നേരം ഡ്രംസ്
എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രകാശ് ചേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണ്. പ്രകാശ് ചേട്ടാ, എങ്ങനെ തോന്നുന്നു ആദ്യം തന്നെ യൂത്ത് ഫെസ്റ്റിവൽ വേദിയിലേക്ക് എത്തിയപ്പോൾ? സൗമ്യ, ഫസ്റ്റ് തന്നെ ഞാൻ ഇത്രയും കുട്ടികളെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഇങ്ങനൊരു ചാനൽ പ്രോഗ്രാമിന് എന്നെ വിളിച്ചതിന് ആദ്യമേ നന്ദി. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഡ്രംസ് സോളോ കണ്ടത്. അത്രയും സമയം കുറച്ച് സമയമെങ്കിലും അത് മാന്യമായിട്ട് ആ കുട്ടിക്ക് അത്യാവശ്യം ആ കുട്ടിയുടെ കഴിവ് കാണിക്കാനായിട്ടുള്ളൊരു ടൈമുണ്ട് ശരി. അത് കൊടുക്കുന്നതിനും വളരെ നന്ദി, സന്തോഷം. മറ്റേതൊരു ഇടപാട് പോലെ അല്ലാതെ അതിന് നന്ദി. ഇനി വിശേഷം എന്ന് പറയുമ്പോൾ, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഈ യൂത്ത് ഫെസ്റ്റിവലായിട്ട് വളരെ ബന്ധമുള്ളതാണ്. മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മത്സരിച്ചിട്ടുണ്ട്, സ്റ്റേറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. ഏതിലൊക്കെയായിരുന്നു? ഇപ്പം ഹാർമോണിയം കീബോർഡും ആണെങ്കിൽ അന്ന് എങ്ങനെയായിരുന്നു? അന്ന് ഹാർമോണിയം കീബോർഡ് ഇത് രണ്ടുമില്ല. പക്ഷെ അന്ന് ഞാൻ മത്സരിച്ചത് തബലയ്ക്കാണ് എനിക്ക് ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് കിട്ടിയത്. ഏട്ടൻ തബല വായിക്കുന്ന ആളാണ്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് നിന്നുള്ള ഞാൻ കണ്ടുപിടിച്ച് ഞാൻ സ്റ്റേറ്റിൽ മത്സരിച്ചേക്കണത് തബലയ്ക്കാണ്. പക്ഷെ അന്നൊരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, തബലയും മൃദംഗവും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട്. ഒരിക്കലും തബല വായിച്ചിട്ട് മൃദംഗത്തിൻ്റെ അടുത്ത് അന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാനുള്ള ഒരു തല. അപ്പം മൃദംഗത്തിന് എപ്പോഴും കിട്ടുള്ളൂ. പിന്നെ അതിലെന്താ വെച്ചാൽ, അന്ന് ഇരിക്കുന്ന ജഡ്ജസും ഇപ്പോൾ 3 ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ 3 ആൾ മൃദംഗത്തിൻ്റെ ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരിക്കലും ഒരു തബല എന്താണെന്നുള്ള ഉൾക്കൊള്ളാൻ ചിലവർക്ക് പറ്റും, ചിലവർക്ക് പറ്റില്ല. അതിനെക്കൊണ്ട് എനിക്ക് ഗ്രേഡ് എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നാലും ഇപ്പോൾ വീണ്ടും ഒരു കലോത്സവ വേദിയിൽ അതിൻ്റെ ഒരു പീസിലേക്കൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം മത്സരിക്കുന്ന കുട്ടികളും ഈ ഗ്രേഡ് കിട്ടുന്ന കുട്ടികളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം അപ്പം തന്നെ നമ്മളെ ചാനലുകളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയൊരു കാര്യം. അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ. അപ്പം ഇപ്പോൾ അവർ ഭാഗ്യവാന്മാരാണ്. പക്ഷേ എൻ്റെ ഒരു മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ, ഞാൻ കുറേ ആയിട്ട് ഇതുമായിട്ട് എനിക്ക് ഭയങ്കര ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളത് കൊണ്ട് ഞാൻ ഈ യൂത്ത് ഫെസ്റ്റിവലായി സഹകരിക്കുന്നുണ്ട്. അത് എന്ത് എന്നുള്ളത് പിന്നെ പറയാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, സ്റ്റാൻഡേർഡ് കുറഞ്ഞു വരുവാണ്. മ്യൂസിക്കലിയുള്ള സ്റ്റാൻഡേർഡ് തീർച്ചയായിട്ടും എനിക്ക് കുറഞ്ഞു വരികയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അന്നത്തെ കാലത്ത് മത്സരിച്ച് ലൈവ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടിയ ആൾക്കാരൊക്കെ ഇപ്പോൾ വേണുചേട്ടനായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാവരും സിനിമ ഇൻഡസ്ട്രിയിൽ എത്തുമ്പോൾ ഒരു 10 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റിനെ കിട്ടിയിട്ടില്ല ഒരു മേഖലയിലും എനിക്ക് തോന്നുന്നു ശരിക്കും. ഒരു പക്ഷെ പഠിക്കാൻ വരുന്നവരും ഇപ്പൊ ചേട്ടൻ്റെ അടുത്തായാലും തന്നെ പഠിക്കാനായിട്ടോ അങ്ങനെയൊക്കെ വരുന്നവരും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കുമോ, ആ ഒരു ടൈമിലേക്ക് വേണ്ടി മാത്രം അങ്ങനെ പഠിക്കാൻ എത്തുന്നവരാണ്? തീർച്ചയായിട്ടും അത് പറഞ്ഞാൽ നല്ലൊരു പോയിന്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പല ആൾക്കാരും വിളിച്ചു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ റിയാലിറ്റി ഷോന് പോകണം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് പോകണം, അതിന് വേണ്ടി ഒരു സാധനം പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും വിളിക്കും. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല, ഞാനത് ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. യെസ്, ഏതായാലും കലോത്സവവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗം കേരള നടന മത്സരത്തിൽ 5 വിദ്യാർത്ഥികൾക്ക് മത്സരിക്കാൻ അവസരം നിഷേധിച്ചത് ചെറിയൊരു പ്രതിഷേധത്തിന് ഇടയാക്കി. അവസരം നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥികൾ 2 തവണ വേദിയിൽ കയറി പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രധാന വേദിയായ ചിലങ്കയിൽ നടന്ന ഹയർ സെക്കൻഡറി കേരള നടന മത്സരത്തിലാണ് വിദ്യാർത്ഥികൾ സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യാൻ വൈകിയെന്ന് പറഞ്ഞ് 5 കുട്ടികൾക്ക് അവസരം നിഷേധിച്ചത്. ക്ലസ്റ്റർ വിളിച്ചപ്പോൾ കുട്ടികൾ റിപ്പോർട്ട് ചെയ്യാൻ വൈകിയെന്നും അതിനാലാണ് കുട്ടികൾക്ക് അയോഗ്യത കൽപ്പിച്ചതെന്നുമാണ് സംഘാടകരുടെ വിശദീകരണം. തുടർന്ന് ഉച്ചയോടെ അവസരം നിഷേധിക്കപ്പെട്ട കുട്ടികൾ സ്റ്റേജിൽ കയറി പ്രതിഷേധിച്ചു. പോലീസ് ഈ വിഷയത്തിൽ പരിഹാരം കാണാമെന്ന് കുട്ടികളോട് പറയുകയും കുട്ടികളെ വേദിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഒരു പരിഹാരവും ആവാത്തതിനാൽ മണിക്കൂറുകൾക്ക് ശേഷം ഇതേ കുട്ടികൾ വീണ്ടും വേദിയിലെത്തി പ്രതിഷേധിച്ചു. ഇവിടെ അനൗൺസ് ചെയ്തത് ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ പേപ്പർ കൊടുത്തപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്തു എന്ന് അനൗൺസ് ചെയ്തത് അറിയാമോ? അപ്പൊ ആ ഒരു സെക്കൻഡിന് എന്തോ വിലയില്ലയോ? 4ാം ക്ലസ്റ്ററിലായിരുന്നു ഈ കുട്ടികളെ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ 2ാം ക്ലസ്റ്ററിൽ ഇവരെ മത്സരിക്കാൻ വിളിച്ചതിനാലാണ് കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കാതിരുന്നതെന്നാണ് കുട്ടികളുടെ പക്ഷം. ഒടുവിൽ DD തന്നെ ഈ കുട്ടികളെ മത്സരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞതോടെ പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് സ്റ്റേജിൽ നിന്നും പുറത്താക്കി. മത്സരിക്കാനുള്ള അവസരം നിഷേധിച്ചതിലൂടെ 5 കുട്ടികളുടെ കണ്ണീര് വീണ വേദിയാണിത്. ഏറ്റവും ഒടുവിൽ DD ഇവരെ മത്സരിപ്പിക്കാനാവില്ല എന്ന് ഉറച്ചു പറഞ്ഞതോടുകൂടി പോലീസിന് അവരെ ബലമായി പിടിച്ചു പുറത്താക്കേണ്ടിയും വന്നു. പ്രധാന വേദിക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ ദേവദത്തൻ പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം വിജേഷ് നടുവിൽ. യെസ്, ഏതായാലും മത്സര ഇനങ്ങൾ 19 വേദികളിലായി പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു കൊച്ചു കൂട്ടുകാരി കൂടി ചേരുന്നുണ്ട്. ശാസ്ത്രീയ സംഗീതത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ A ഗ്രേഡ് നേടിയ ശ്രീലക്ഷ്മിയാണ്, കുമാരമംഗലത്തു നിന്നുള്ള ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി ശാസ്ത്രീയ സംഗീതം അവതരിപ്പിച്ച ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതാണ്.
രാമകഥാ സുധാ രാമകഥാ സുധാ രാമകഥാ സുധാ രസപാനമു ഓക രാജമു ജേ സുനേ രാമകഥാ സുധാ. നന്ദി ശ്രീലക്ഷ്മി. എന്തായാലും ഇപ്പോൾ സ്കൂൾ കലോത്സവത്തിൻ്റെ ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് രഹിത കലോത്സവം കൂടിയാണ്. പ്രകൃതി സൗഹൃദമായ രീതിയിൽ കലോത്സവം നടത്തിക്കൊണ്ടു പോകുന്നതിനായി അതിൻ്റെ നടത്തിപ്പിനായി ചുക്കാൻ പിടിക്കുന്നതിൽ ഗ്രീൻ വോളണ്ടിയേഴ്സിന് വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. പൊങ്കാലയ്ക്ക് ശേഷം അനന്തപുരിയുടെ മുറ്റത്ത് നാടോടിക്കൂടിയ ഉത്സവമാണ് സ്കൂൾ കലോത്സവം. ഈ മഹോത്സവത്തിനെത്തിയ വിവിധ ദേശക്കാരെ പ്ലാസ്റ്റിക്കിന്റെ വിപത്ത് ബോധ്യപ്പെടുത്തുക എന്നത് ചില്ലറ കാര്യമല്ലെന്ന് ഇവർക്കറിയാം. സമപ്രായക്കാർ അരങ്ങു തകർക്കുമ്പോൾ കുട്ടികളി കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ വലിയ ഉത്തരവാദിത്തം ചുമലിലേറ്റുകയാണ് ഈ കുട്ടികൾ. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും ചെറിയ പ്രായത്തിൽ നമ്മൾ പറഞ്ഞിട്ടും കേൾക്കാതെ പോകണവരുണ്ട്, എന്നാലും അണ്ണാറെ കണ്ടനും തന്നാലായത്. അതാണ് നമ്മളെ പോളിസി. ഗ്രീൻ പ്രോട്ടോകോൾ വളണ്ടിയേഴ്സ് എന്നാണ് പേര്. 18 സ്കൂളുകളിൽ നിന്നായി 350 കുട്ടികളാണ് ഈ ഹരിതസേനയിലുള്ളത്. NSS ക്യാമ്പിലെ ട്രെയിനിങ്ങിന് ശേഷമാണ് 9 വേദികളിലായി ഇവർ കർമ്മനിരതരാകുന്നത്. ഒരു കുപ്പി വെള്ളം പോലും വേദികളിലേക്ക് കയറ്റിവിടില്ല എന്നു കരുതി അത്രയ്ക്ക് മനസ്സലിവില്ലാത്തവരല്ല ഇവർ. പകരം ശുദ്ധമായ കുടിവെള്ളം വേദിയിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും. പ്ലാസ്റ്റിക് കവറുമായി വരുന്നവർക്ക് 10 രൂപ ഫൈനുണ്ട്. പക്ഷേ കിട്ടുന്ന 10 രൂപകൾ കൂട്ടിവെച്ച് ഇവർ പുട്ടടിക്കില്ല. പകരം വേദി വിട്ടുപോകുമ്പോൾ ഈടാക്കിയ 10 രൂപ തിരിച്ചു നൽകും. ഒപ്പം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കണമെന്ന ഉപദേശവും. സംസ്ഥാന ശുചിത്വ മിഷനോട് ചേർന്നാണ് വിദ്യാർത്ഥികളുടെ സേവനം പ്രയോജനപ്പെടുത്തി ഗ്രീൻ പ്രോട്ടോകോൾ വോളണ്ടിയേഴ്സിനെ രൂപീകരിച്ചത്. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ മികച്ച സേവനം കാഴ്ചവെച്ച ചരിത്രവും ഇവർക്കുണ്ട്. നാളെയുടെ നന്മമരങ്ങളാണ് വിദ്യാർത്ഥികൾ. പാഠഭാഗങ്ങൾ പഠിച്ചു നടക്കേണ്ട ഈ പ്രായത്തിലും ഉത്തരവാദിത്വത്തിന്റെ ചില നല്ല പാഠങ്ങൾ ഈ വിദ്യാർത്ഥികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഗ്രീൻ വോളണ്ടിയേഴ്സിനും ക്യാമറാമാൻ വിനേഷ് നേതാജിക്കുമൊപ്പം വിനിഷ വൃന്ദാവൻ. നമ്മുടെ അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. പ്രകാശ് ഏട്ടാ, ഇവിടെ നമ്മുടെ ഒരു ബാൻഡ് സമ്പ്രദായം കേരളത്തിൽ സജീവമായ ആ ഒരു ഘട്ടത്തിലാണ് ചേട്ടൻ ശരിക്കും കൂടുതൽ സജീവമായിട്ട് ഈ ഒരു രംഗത്തേക്കൊക്കെ വരുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? ഒരുപാട് ബാൻഡുകളുണ്ട്. നമ്മൾ ഈ റബ്ബർ ബാൻഡ് എന്ന് പറയുമ്പോൾ ആ കളിയാക്കുന്ന രീതിയിലേക്ക് തന്നെ പോലും നീങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ആ സിറ്റുവേഷൻ ആ ഒരു തിരക്ക് വരുമ്പോഴേക്കും ഞാൻ അതിൽ നിന്ന് പിന്മാറി. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു ബാൻഡായിട്ടൊന്നുമല്ല. ഞാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹരിഹരൻ അല്ലെങ്കിൽ ശങ്കർ മഹാദേവനെ അല്ലെങ്കിൽ മരിച്ചുപോയ ബാൻഡിലും ശ്രീനിജി, കേരളത്തിൽ അങ്ങനെ വായിച്ചുള്ള ഞാനേ ഉള്ളൂ. ഇപ്പം നാളെ പോകുന്നത് പൂർബാൻ ചാറ്റർജി, അങ്ങനെയുള്ള ഇന്ത്യയിലുള്ള ലെജൻസിൻ്റെ കൂടെ. അതൊരു വലിയ കാര്യം. മറ്റെന്താ വെച്ചാൽ ബാൻഡ് സെറ്റിനോട് എനിക്ക് എന്താ പറയുക വിയോജിപ്പൊന്നുമില്ല. പക്ഷേ അവരുടെ കണ്ടന്റിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് കുഞ്ഞു വിയോജിപ്പൊക്കെ ഉണ്ടാവും. മ്യൂസിക്കലി നമ്മളുടെ ഒരു മ്യൂസിക് വല്ലാതെ വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ സാധനത്തിന് എടുത്തിട്ടൊരു വൾഗറായിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യുക, ഒരു മ്യൂസിക്കിൻ്റെ ഒരു പവിത്രത നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട്. എല്ലാവർക്കും അറിയാം. പക്ഷേ ചിലവർ നന്നായി ചെയ്യുന്നുണ്ട്, ചിലവരത് നന്നായി ചെയ്യുന്നുണ്ട്. ബാൻഡ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മളെ മീഡിയ എന്നുള്ളതൊരു വലിയൊരു പ്രൊമോഷൻ ഉള്ളത് കൊണ്ടേ കുട്ടികൾ എങ്ങനെയെങ്കിലും അതിൽ വരണം, അതിൽ എന്തെങ്കിലും കാണിക്കണം, അല്ലെങ്കിൽ യൂട്യൂബിൽ. പക്ഷെ നമ്മൾ ഈ കേരളത്തിലെ കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ, ഒരു സംഗീതത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു പോസിറ്റീവ് സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ബാൻഡൊക്കെ കുറേ സംഗീതം ഇഷ്ടപ്പെടൽ കൂടിയുണ്ട്. അതുപോലെ സംഗീതജ്ഞർക്ക് റെസ്പെക്ട് കിട്ടലും കൂടിയുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുവിധം നന്നായി ചെയ്യുന്ന എല്ലാ ആൾക്കാരും പണ്ട് ഒരുപാട് ലെജൻസിനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ യൂത്ത് ഫെസ്റ്റിവൽ കാരണം തന്നെ ഈ കുട്ടികളെ അപ്പം ജനങ്ങൾ അറിയുന്നുണ്ടല്ലോ അവരുടെ കഴിവ്. പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ചാനലിലൊക്കെ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ചാനലിൽ പോകാനും അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമില്ല. പക്ഷേ ഈ കുട്ടികളെ ഒരു സാധനം വരുമ്പോൾ പെട്ടെന്ന് ഇവിടെ വിളിച്ച് പാടിപ്പിക്കുന്നു, അവരെല്ലാവരും അറിയുന്നു. പക്ഷെ അതിനനുസരിച്ച് വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത് ഈ കുട്ടികൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്.
യെസ്, ഏതായാലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പോയിന്റ് നില എങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കിയിട്ട് വരാം. നിലവിൽ പാലക്കാട് തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. ഏറ്റവും പുതിയ പോയിന്റ് നില പ്രകാരം, ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ളത് പ്രകാരം പാലക്കാട് കോഴിക്കോടും പാലക്കാടും ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുന്നു. 487 പോയിന്റായി. കോഴിക്കോട് കയറി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് തോന്നുന്നു പ്രകാശേട്ടൻ കാണുന്നത്. പാലക്കാട് പിന്നിലേക്ക് പോവോ? പ്രകാശേട്ടൻ്റെ സ്വന്തം സ്ഥലമാണ്. രണ്ടായാലും കുഴപ്പമില്ല. ഉള്ളേരി അത് സ്റ്റേജിൽ അനൗൺസ് ചെയ്യുമ്പോൾ പ്രകാശ് ഉള്ളേരി പാലക്കാട് അനൗൺസ് ചെയ്യും. ഇതൊന്ന് കോഴിക്കോട് ജില്ല, ഒന്ന് പാലക്കാട് ജില്ല, രണ്ടിനും കിട്ടും. രണ്ടായാലും കുഴപ്പമില്ല. എന്നാലും പാലക്കാടും കോഴിക്കോടുമാണ് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നിൽക്കുന്നത്. 487 പോയിന്റാണുള്ളത്. മലപ്പുറം രണ്ടാം സ്ഥാനത്ത് 480 പോയിന്റുമായി. നമ്മോടൊപ്പം ഇപ്പോൾ കഥകളി സംഗീതത്തിൽ എ ഗ്രേഡ് നേടിയ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും എ ഗ്രേഡ് നേടിയ ഗോപിക നമ്മോടൊപ്പം ഉണ്ട്. കഥകളി സംഗീതം ഗോപിക നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതാണ്. ഇതിസനൃപദിന ഖഗോ വിസൃഷ്ടോ നിജ ജനസന്നിധി മേ ഏത്യ ജാതമോ ജാതമോദം അഥ വിഗതഭയോ ദയ പയോദിം നികടകതോ നിഷധേശ്വരം ന്യഗാദേ. യെസ്, നന്ദി ഗോപിക നമുക്ക് വേണ്ടി ഇപ്പോൾ പെർഫോമൻസ് നടത്തിയതിന്. ഏതായാലും ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നപ്പോൾ വീണ്ടും പാലക്കാട് മുന്നിലേക്ക് കയറിയിരിക്കുകയാണ്. പാലക്കാട് 497 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത്, 492 പോയിന്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനത്തും എത്തി നിൽക്കുകയാണ്. ഇന്ന് നടന്ന മത്സരങ്ങളിൽ, പ്രധാന വേദിയിൽ നടന്ന മത്സരങ്ങളിൽ സുപ്രധാനമായ ഒന്ന് മാർഗംകളിയായിരുന്നു. എന്നാൽ വലിയ വ്യത്യസ്തതയൊന്നും, പുതുമയൊന്നും അവകാശപ്പെടാനില്ലായിരുന്നു എന്നത് മാർഗംകളിയുടെ മത്സരത്തിൻ്റെ മാറ്റ് കുറയ്ക്കുന്നതായിരുന്നു. നിശ്ചിതമായ ചട്ടപ്രകാരം കളിക്കണമെന്നാണ് മാർഗംകളിയുടെ ചിട്ട. മേക്കപ്പിലോ ആടയാഭരണങ്ങളിലോ വ്യത്യസ്തതയൊന്നും അവകാശപ്പെടാനില്ല ഈ കളിക്ക്. ഉറച്ചുപാടി ചുവടുറപ്പിച്ചു കളിക്കണം. ചട്ടയും മുണ്ടും ധരിച്ച് കാലിൽ തളയും കാതിൽ വളയവുമിട്ട് മുഖമെഴുത്തു പൂർത്തിയാക്കിയപ്പോൾ പെൺകിടാങ്ങൾക്ക് ടെൻഷൻ. നീട്ടിവരച്ച നെറ്റിത്തടങ്ങളിൽ വിയർപ്പിന്റെ ചാലുകൾ. സ്വാതി തിരുനാളിൻ്റെയും ഇരയിമ്മൻ തമ്പിയുടെയും വരികൾക്ക് ഈണമിട്ട അനന്തൻ്റെ നാട്ടിൽ നന്നായി കളിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. നിയതമായ ചിട്ടയുണ്ട് മാർഗം കളിക്ക്. 6 പേർ വട്ടത്തിൽ ചുറ്റി നിന്ന് കളിക്കണം. വിളംബകാലത്തിൽ ആരംഭിക്കുന്ന ആട്ടത്തിനും പാട്ടിനും ക്രമേണ വേഗത വർദ്ധിക്കുന്നു. ഇതിൽ മാർത്തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനവും മരണവുമൊക്കെ ഉൾപ്പെടുന്ന ഒരു കഥയാണ് ഇതിവൃത്തമായിട്ട് 15 പാദങ്ങളിലായിട്ട് വർണ്ണിച്ചിട്ടുള്ളത്. സുറിയാനി സംഗീതവും ചെന്തമിഴ് ചേർന്ന വാക്കുകളുമാണ് പാട്ടിലുള്ളത്. പറയുന്ന കഥ ഒന്നു തന്നെയാണെങ്കിലും അവതരണത്തിലെ ചടുലതയാണ് മാർഗംകളിക്ക് മുന്നിൽ കാണികളെ പിടിച്ചിരുത്തുന്നത്. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം വിനിഷ വൃന്ദാവൻ. പ്രകാശേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ വരണം. പ്രകാശേട്ടാ, ഒരു പാട്ട് വേണം. അതായത് ഇപ്പം യൂത്ത് ഫെസ്റ്റിവലാണല്ലോ, ഞാൻ കഴിഞ്ഞ ഇതിൽ ചുമ്മാ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് സ്റ്റേറ്റ് പാടിയിട്ട് ഫസ്റ്റ് കിട്ടി. അത് നമ്മളുടെ ഒരു കളക്ടറായിരുന്ന ഒരു മോഹൻ സാർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ എഴുതി. ഞാൻ 2 വരി, ഇപ്പം തീരെ പാടല്ല, പഠിച്ച പാട്ടാണ്. ആരോ മൂളിയൊരീണം കാറ്റിൻ ഈറടി
കവിതകളായി ഇടമുറിയാതെ തരറററാര ഈറൻ നനവുകളോടെ കാറ്റിൻ ധാര ധാരറാ. സൗമ്യ പറഞ്ഞതിനെ കൊണ്ട് പാടിയാണേ. ഓക്കെ ചേട്ടാ, ഇത്തവണ മോള് മത്സരിക്കാനുണ്ടോ? ഇല്ലില്ല, അയ്യോ അവള് മറ്റേ എന്താ പറയുക കേന്ദ്ര സിലബസാണ്. ആണല്ലേ? അപ്പോൾ ഓക്കെ. എന്നാലും ഇപ്പോൾ ഈ വരുന്ന കുട്ടികളോട്, അതായത് ഒരു പക്ഷേ ഈ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൽക്കാലത്തേക്ക് പഠിക്കാൻ വരുന്നവരുണ്ട്, പക്ഷേ കല ഉള്ളിലുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ളവരോട് എന്തായിരിക്കും ചേട്ടന് പറയാനുള്ളത്? ഒറ്റ കാര്യം പറയാനുള്ളൂ, അതായത് ഈ ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിന് വേണ്ടി ഒരു മ്യൂസിക് സാധനം എടുത്ത് പെർഫോം ചെയ്തിട്ട് അതിന് പ്രൈസ് കിട്ടിയിട്ടില്ലെങ്കിൽ അടി ഉണ്ടാക്കാതെ അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പ്രവർത്തിക്കുക. ഇല്ല പ്രോബ്ലം എന്താ വെച്ചാൽ വെറുതെ ജഡ്ജസിൻ്റെ മേലെ എല്ലാ ജഡ്ജസും അല്ലെങ്കിൽ അങ്ങനെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. എല്ലാവരും അങ്ങനെയല്ലല്ലോ, കഴിവില്ലാത്തവരല്ല, ഇവരൊക്കെ എക്സ്പീരിയൻസ്ഡാണ്. ഒരു കാര്യം എന്താ വെച്ചാൽ ആ സ്റ്റേജിൽ എന്താണോ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ ചെവിയിൽ അതെന്താണോ കേൾക്കുന്നത്, അതിനെ അവർ മാർക്കിടുള്ളൂ. അതിന് നമ്മൾ വെളിയിൽ പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നാൽ പ്രശ്നം ഉണ്ടാക്കേണ്ടതിന് ഉണ്ടാക്കുവാണ്. പക്ഷേ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാർക്കിന് വേണ്ടി മാത്രം സംഗീതത്തിനെ മിസ്യൂസ് ചെയ്യാന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ 10 വർഷമായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലേത് കുട്ടിയാണ് പിന്നെ ഒരു മ്യൂസിക് പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്? അതെന്താ? മ്യൂസിക്കിനെ സീരിയസ് ആയിട്ട് കാണുന്നില്ല. ഈ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് മാത്രം മ്യൂസിക്കിനെ മിസ്യൂസ് ചെയ്യുന്നു. അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ചേട്ടാ ശരി, ചേട്ടൻ ഒരുപാട് വലിയ മ്യൂസീഷ്യൻസിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയി തോന്നിയിട്ടുള്ളത് എന്താണ്? എനിക്ക് ഇന്ന് വരെ വായിക്കുന്ന എല്ലാ സ്റ്റേജ്, കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഏറ്റവും അതിൽ അഭിമാനം എന്താ വെച്ചാൽ റോയൽ ആൽബർട്ട് ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മ്യൂസീഷ്യനും പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന റോയൽ ആൽബർട്ടും ഒപ്പേറ ഹൗസ് ഓസ്ട്രേലിയ, ഇതിൽ രണ്ടിലും ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്ന് മഹാനായ മാഡലിൻ ശ്രീനിജിയുടെ കൂടെയാണ് വായിച്ചേക്കണം, ഒന്ന് ഹരിജിയുടെ കൂടെയാണ് വായിച്ചത്. അപ്പം അതൊക്കെ നമ്മൾ വലിയ ഭാഗ്യമായിട്ട് കാണും. അതൊക്കെയാണ് ഒരു എക്സ്പീരിയൻസ്. പിന്നെ എല്ലാ സ്റ്റേജും എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ നിമിഷം വരെ ഇവിടെ ഇരിക്കുന്നത് വരെ ബഹുമാനിച്ചുകൊണ്ടാണ് ഇരിക്കാറ്. ഓക്കെ. ഏതായാലും ഇന്നിപ്പോൾ 4ാം ദിവസത്തിലേക്ക് കടന്നിരുന്നപ്പോഴും ചൂടിന് ഒട്ടും കുറവില്ല, നല്ല ചൂടുണ്ട്. മത്സര ചൂട് കൂടുമ്പോഴും പുറത്തും നല്ല ചൂട് കൂടുകയാണ്. ആ ചൂട് കുറയ്ക്കാനായി പ്രധാന വേദിയായ ചിലങ്കക്കരികിൽ പപ്പായി ഐസ്ക്രീമിൻ്റെ പ്രത്യേക സ്റ്റാളുണ്ട്. അവിടെ നിന്ന് കുറച്ച് അല്പം മധുരം നുകർന്നിട്ട് തിരികെ എത്താം. കത്തുന്ന വെയിലിൽ കലോത്സവ നഗരിയാകെ വിയർത്തൊലിക്കുന്നുണ്ട്. കടുത്ത ചൂട്. ആശ്വാസം തേടുന്നവർ നേരെ എത്തുന്നത് പപ്പായ ഐസ്ക്രീം കഴിക്കാനാണ്. കലോത്സവത്തിന്റെ ചൂടിനിടയ്ക്ക് ഈ ഐസ്ക്രീം കഴിച്ചപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. പെട്ടെന്ന് ഭയങ്കര കുളിര് തോന്നുന്നു. ഭയങ്കര അവിടെ മത്സര ചൂട് നടക്കുമ്പോൾ സൈഡിൽ ഭയങ്കര കുളിര് ഫീൽ ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല വെറൈറ്റി ഫ്ലേവേഴ്സ് ഉണ്ട്. ചോക്ലേറ്റ്, കോഫി, സ്പാനിഷ് ഡിലൈറ്റ് തുടങ്ങി വ്യത്യസ്ത നിറങ്ങളിലും രുചിയിലും പപ്പായ ഐസ്ക്രീം ലഭ്യം. ഒത്തിരി വെറൈറ്റി ഫ്ലേവേഴ്സ് നമ്മളോട് കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സ്പാനിഷ് ഡിലൈറ്റ്, ചോക്ലേറ്റ്, ലൈം, പിന്നെ ഫ്രൂട്ട് മാജിക് പോലുള്ള ഫാസ്റ്റ് മൂവിംഗ് ഐറ്റംസ് ഉണ്ട്. വളരെ നന്നായി പോകുന്നത്. മത്സരാർത്ഥികളും കൂടെ വന്നവരുമെല്ലാം ഈ രുചിക്കും തണുപ്പിനും വേണ്ടി പ്രധാന വേദിക്കരികിലെ പവലിയനിൽ എത്തുന്നുണ്ട്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം KT സ്വാലിഹ്. അപ്പോൾ പ്രകാശ് ചേട്ടാ, ഒരു ചെറിയൊരു ഗസ് നടത്ത്. പാലക്കാടോ കോഴിക്കോടോ? അയ്യോ, അങ്ങനെ ചോദിക്കണം. എന്താ അറിയോ, ഞാൻ ജനിച്ചത് രണ്ടായാലും പ്രശ്നം. കാരണം ഞാൻ ജനിച്ചത് അതെ, കാരണം എനിക്ക് ചോറ് തരുന്ന ഇപ്പോൾ പാലക്കാടും എന്നാൽ ജനിച്ച് ചോറ് കഴിക്കാൻ സാധ്യത ആക്കിയത് നാടുവാണല്ലോ. ഏതിന് കിട്ടിയാലും കുഴപ്പം. എനിക്ക് കേരളത്തിലെ എല്ലാ സ്റ്റേറ്റ്സ്, നമ്മളെ എല്ലാ സ്ഥലത്തും പ്രോഗ്രാം വിളിക്കുന്നതിനെ കൊണ്ട് ആര് ജയിച്ചാലും നന്നായി വരട്ടെ. നമുക്ക് പുറത്ത് പോയി ഒരു പപ്പായ ഐസ്ക്രീം തീർച്ചയായും ഐസ്ക്രീം കഴിക്കുള്ളൂ. ഓക്കെ. ഏതായാലും ഇന്നിപ്പോൾ തൽക്കാലം ഈ തത്സമയ പരിപാടി ഇവിടെ പൂർത്തിയാവുകയാണ്. കലോത്സവത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ബുള്ളറ്റിനുകളിൽ വീണ്ടും കാണാം. നമസ്കാരം.